അദ്ദേഹം ഒന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു നിയമ നടപടിക്ക് ഒരുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇല്ല, രാഹുൽ ഒരു MLA ആണ്. അപ്പോൾ MLA സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും. അദ്ദേഹത്തിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് KPCCക്കോ AICCക്കോ ആണ്. പരാതികൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതികളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് ആ ഒരു വിഷയം ഉന്നയിക്കാൻ കഴിയില്ല. എനിക്ക് ഉന്നയിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അതിന് തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത് എത്രയും വേഗം അതിനൊരു അന്വേഷണ കമ്മീഷൻ വെക്കണം എന്നുള്ളത്. പാർട്ടി പറയുന്നത് സർക്കാർ ഒരു അന്വേഷണ സമിതിയെ നിയമിച്ചിട്ടുണ്ടല്ലോ, അവർ അന്വേഷണ റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും അത് കൂടുതൽ നടപടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തൃപ്തിയാണോ? ഒരിക്കലുമല്ല. കാര്യം പാർട്ടി ഇപ്പോൾ CPMനെ സംബന്ധിച്ചായാലും BJPയെ സംബന്ധിച്ചായാലും അവർക്ക് അവരുടേതായ പാർട്ടി കോടതികൾ ഉള്ളതുപോലെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് കാണിച്ചിരുന്നാലും അവരെ പാർട്ടിക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് CPMലായാലും BJPയിലായാലും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി വേണമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൽ ഒരു കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന AK ആന്റണി, ഉമ്മൻചാണ്ടിയെ പോലുള്ള നിരവധിയായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ഇതുപോലൊരു ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടുപോകുന്നതിനോടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒന്ന് ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു നിയമ നടപടിക്ക് ഒരുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അതിനു പോലും തയ്യാറാകാതെ വെറുതെ പൊതുമധ്യത്തിൽ ഇറങ്ങി എല്ലാം നോർമലൈസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ നടക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ ഈ പാർട്ടിയുടേതായ അച്ചടക്കമുണ്ട്. അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം.